ഇന്ന് പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. പുണ്യമായ ഈ ദിവസത്തിൽ, ഈ രാവിൽ നമുക്ക് ഒരു കൂട്ടം കാര്യങ്ങൾ പരിചയപ്പെടാം. ഏതാണ് ആ കൂട്ടം കാര്യങ്ങളെന്നറിയോ? നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ. ഒരുപാട് സ്വലാത്ത് നമ്മൾ ചെറുപ്പം മുതലേ ചൊല്ലുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന 17 പ്രതിഫലങ്ങളുണ്ട്. ആ 17 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടാൽ ഒരിക്കലും നമ്മൾ സ്വലാത്ത് മുടക്കാൻ നിൽക്കില്ല. ഏതാണ് ആ വമ്പൻ പ്രതിഫലങ്ങൾ? പണ്ട് നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരുമൊക്കെ സ്ഥിരമായി അവർ പറഞ്ഞിരുന്ന, ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആ സ്വലാത്ത് ഇന്ന് അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഭൂരിഭാഗം ആളുകൾക്കും ആ സ്വലാത്ത് അറിവുണ്ടാവുകയില്ല. ആ സ്വലാത്ത് ഏതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഔലിയാക്കൾ ചൊല്ലിയ, ഔലിയാക്കന്മാരുടെ സ്വലാത്ത് എന്നാണ് ഈ സ്വലാത്തിനെ പറ്റി പറയുന്നത്. ആ സ്വലാത്തൊന്ന് കേട്ടു നോക്കണേ. അത് ചൊല്ലിയാൽ വമ്പൻ കൂലിയാണ്. ഈ സ്വലാത്ത് പരിചയപ്പെടുമ്പോൾ പല ആളുകൾക്കും തോന്നും, ഉസ്താദേ ഇതൊക്കെ മൗലിദ് കിതാബിലുള്ള വാക്കുകളല്ലേ, ഇത് സ്വലാത്താണോ എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം. അതെ, അത് സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? അതെങ്ങനെയാണ് ഓതേണ്ടത്? അത് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളോട് വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറയുന്നുണ്ട്, അവർക്കും, നമ്മൾ സഹായിച്ചവർ, നമ്മെ സഹായിച്ചവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ സന്തോഷങ്ങളും കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്, സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്കറിയാം ഈ സഫർ മാസം എന്നല്ല, എല്ലാ മാസത്തിലെയും വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലിനുമൊക്കെ വലിയ ശ്രേഷ്ഠതയാണ്. അത് നമ്മുടെ കാരണവന്മാർ മുതലേ, നമ്മുടെ വല്ലുമ്മമാർ മുതലേ അവരൊക്കെ വെള്ളിയാഴ്ച രാവിന് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. അതങ്ങനെ തന്നെയാണ്. അത് അവർ മഹത്വം വെറുതെ കൽപ്പിക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് ഹദീസുകൾ ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹത്വങ്ങൾ വിളിച്ചോതുന്നുണ്ട്. വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ മലക്കുകളുടെ സാന്നിധ്യം ഭൂമിയിൽ അധികമായിരിക്കുമെന്നാണ്. റഹ്മത്തിൻ്റെ മലക്കുകൾ ഓരോ മുഅ്മിനിൻ്റെയും വീടുകളിലും അതുപോലെ പള്ളികളിലും ചുറ്റിക്കറങ്ങി നടക്കും. വ്യാഴാഴ്ച അസറിന് ശേഷം മലക്കുകളൊക്കെ ആ ആഴ്ചത്തെ മനുഷ്യരുടെ അമലുകളൊക്കെ രേഖപ്പെടുത്തി അവർ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കുറച്ച് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമുള്ള ആ അമലുകൾ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു കൂട്ടം മലക്കുകൾ പോകുന്നു, മറ്റൊരു കൂട്ടം മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വരുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കണം ആദ്യം നമ്മുടെ നന്മ രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും പരിശുദ്ധമായ ഈ സഫർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ ഈ സഫർ മാസം ഉപയോഗപ്പെടുത്തണം. അതിന് വലിയ ഒരു അവസരമാണ് അല്ലാഹു തആല ഈ വെള്ളിയാഴ്ച രാവ് തന്നെ നമുക്ക് നൽകിയതിൻ്റെ പിറകിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, വെള്ളിയാഴ്ച രാവിലും പകലിലും നമുക്കറിയാം, വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും സുന്നത്തുകൾ ഇനി എണ്ണിപ്പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കേട്ടവരാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതുക, സൂറത്തുൽ കഹഫ്, അതുപോലെ മറ്റു സൂറത്തുകൾ, അതുപോലെ നഖമുടിയൊക്കെ നീക്കുക, ഇതൊക്കെ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ് നമുക്കറിയാം, നമുക്ക് മനഃപ്പാടമാണ്. നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട്. അത് നമ്മൾ എത്ര പറഞ്ഞാലും മടുക്കേണ്ട കാര്യമില്ല, മടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചൊല്ലുന്ന സ്വലാത്തുകൾക്ക് മറ്റ് ദിവസങ്ങളെക്കാൾ ചൊല്ലുന്ന സ്വലാത്തുകളെക്കാൾ ശ്രേഷ്ഠതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് സ്വലാത്ത്. ഇന്നത്തെ ഈ സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നബി തങ്ങൾക്ക് നേരിട്ടിങ്ങനെ കേൾക്കാൻ അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കുമെന്ന് മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഹബീബിന് ഉമ്മത്തിയങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നബിക്ക്, ആ റസൂലിനെ നേരിട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ മലക്കുകളെ അള്ളാഹു തആല തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്.
ഇനി ഒരു മനുഷ്യൻ ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഗുണമാണ്. പല ഉമ്മമാരും ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ? ഒരുപാട് സ്വലാത്തുണ്ട്, ആ സ്വലാത്തൊക്കെ ചൊല്ലി ചൊല്ലി അവസാനം വെറൈറ്റി സ്വലാത്തിലേക്ക് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ആരും ചൊല്ലാത്ത സ്വലാത്തുണ്ടോ? ആരും പറയാത്ത സ്വലാത്തുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വലാത്തുകളിൽ ഏറ്റവും നല്ലത് എല്ലാവരും പറയുന്ന സ്വലാത്തുൽ ഇബ്രാഹിമി, നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന സ്വലാത്തില്ല, അതാണ് ഏറ്റവും പവർഫുള്ളായ സ്വലാത്ത്. കാരണം മുത്തായ റസൂല് പോലും അതാണല്ലോ നിസ്കാരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കോടിക്കണക്കിന് വരുന്ന ഔലിയാക്കന്മാർ, അതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബിമാർ, അതുപോലെ നമ്മുടെ മുൻഗാമികൾ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഇനി വരാനിരിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ. അത് ഏറ്റവും നല്ല സ്വലാത്താണ്. സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്ത് ത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 17 പ്രതിഫലങ്ങളാണ്. 17 ചെറിയ പ്രതിഫലങ്ങളും അതല്ലാത്ത വമ്പൻ പ്രതിഫലങ്ങളും വേറെയുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. സ്വലാത്ത് മൊത്തത്തിൽ ചൊല്ലിക്കഴിഞ്ഞാലും നമ്മൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും നമുക്ക് കിട്ടുന്ന 17 പ്രതിഫലങ്ങളുണ്ട്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും 17 പ്രതിഫലം ഉറപ്പാണ്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രത്യേക ഒരു സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ 17+ വീണ്ടും അല്ലാഹു തആല നമുക്ക് ഒരുപാട് പ്രതിഫലം നൽകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യമായി പറയുന്നു, ഏത് സ്വലാത്ത് ചൊല്ലിയാലും കിട്ടുന്ന 17 പ്രതിഫലങ്ങൾ. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു മനുഷ്യനുണ്ടാകും. നമുക്കെല്ലാവർക്കും ഒരു സ്വലാത്ത് ഇപ്പോൾ ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഈ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് 17 പ്രതിഫലങ്ങളാണ് അള്ളാഹു കൊടുക്കുന്നത്. ഓടിച്ചു പറയുകയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ കരുണ അവനിക്ക് ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകുന്നതാണ്. മാത്രമല്ല മലക്കുകളുടെ ദുആയും ആ മനുഷ്യന് അള്ളാഹു തആല കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കരുണ റഹ്മത്തുല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. പ്ലസ് മലക്കുകളുടെ ദുആ. മലക്കുകളുടെയൊക്കെ ദുആ എന്ന് പറഞ്ഞാൽ അതൊക്കെ എപ്പോഴേ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് പോലും ചെയ്യാത്ത കാണാത്ത ആളുകളല്ലേ. നിങ്ങൾക്ക് 24 മണിക്കൂറും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ ദുആ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ദുആയാണ്. അവരുടെ ദുആ കിട്ടും. അതുപോലെ നമുക്ക് വിജയിക്കാൻ അതുപോലെ. രണ്ടാമതായി കിട്ടുന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. ചെറിയ 10 പാപങ്ങൾ പൊറുക്കുമെന്നാണ്. മൂന്നാമത്തേത്, നമ്മുടെ സ്ഥാനമാനങ്ങൾ അള്ളാഹു ഉയർത്തുന്നതാണ്. നാലാമത്തേത്, ഉഹുദ് മലയുടെ പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം നാളെ ആഖിറത്തിൽ കാണാം. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വലാത്തിൻ്റെ പ്രതിഫലങ്ങൾ മാത്രം പറയുന്നൊരു കിതാബുണ്ട്. അതിലൊക്കെ വിശദമായി ഈ സ്വലാത്തുകൾ പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രതിഫലങ്ങളാണ് നാലാമത്തേത്, ഉഹുദ് മലയോളം പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അഞ്ചാമത്തേത്, മനസ്സിൻ്റെ വിഷമങ്ങൾ ഒരുപാടുണ്ടല്ലോ, ആ മനസ്സിൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നതാണ്. ദുന്യാവിലെയും ആഖിറത്തിലെയും. ദുന്യാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അത് ചെയ്തു, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതുപോലെ ആഖിറത്തിലും ഒരുപാട് വിഷമങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവാം. അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ ദുന്യാവിലെയും ആഖിറത്തിലെയും വിഷമങ്ങൾ മാറും. ആറാമത്തേത്, അടിമയെ മോചിപ്പിച്ചത് പോലോത്ത പ്രതിഫലമാണ്. അടിമയെ മോചിപ്പിച്ച പ്രതിഫലം. ഏഴാമത്തേത്, മരണസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അവസരം സ്വലാത്ത് അധികമായി ചൊല്ലുന്നവരെ നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എട്ടാമത്തേത്, അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതൊക്കെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം മാത്രമല്ല, അതുപോലെ വേറെയും വിഭാഗങ്ങളുണ്ട് അർശിൻ്റെ തണൽ കിട്ടുന്ന. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് സ്വലാത്ത് നിത്യമായി പറയുന്ന ആളുകൾ. അതുപോലെ 9ാമത്തേത്, വലത് കൈയിൽ കിതാബ് അള്ളാഹു നൽകുന്നതാണ്. വലത് കൈയിൽ കിതാബ് കിട്ടുന്നവർ, ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നവരുണ്ട്. വലത് കൈയിൽ അള്ളാഹു താൻ നമുക്ക് കിതാബ് നൽകും, നമ്മുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ്. അങ്ങനെ വലത് കൈയിൽ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അതുപോലെ 10ാമത്തേത്, ഹൗദുൽ കൗസറിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് നമുക്ക് പാനീയം കുടിക്കാൻ അള്ളാഹു അവസരം നൽകുന്നതാണ്. 11ാമത്തേത്, നരകമോചനം. അതുപോലെ നരകമോചനം പ്ലസ് മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടന്നു പോകാൻ സാധിക്കും സ്വലാത്ത് അധികമായി ചൊല്ലുന്നവർക്ക്. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, സ്വലാത്ത് അധികമായി ചൊല്ലണേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. അതുപോലെ 12ാമത്തേത്, മരണസമയം സ്വർഗത്തിലെ ഇരിപ്പിടം അല്ലാഹു ഒന്ന് കാണിച്ചു തരും. ഇത്രയോ പ്രതിഫലമാണ്. ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദേ?
വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. അല്ലാത്തവരിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ വെറുതെ നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞവർക്ക് അങ്ങനെ പോവാം. ഇതൊക്കെ സത്യമാണ്, അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലാം എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. 14-ാമത്തേത്, ദുന്യാവിൽ അല്ലാഹു തആല സമ്പത്തിൽ ബറക്കത്ത് നൽകും. ദുന്യാവിൽ അല്ലാഹു ഒരു ഐശ്വര്യം, ഒരു പ്രത്യേകമായ ഒരു ഹിഫ്ള് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. 15-ാമത്തേത്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ പെടാൻ അള്ളാഹു നമ്മളെ അനുവദിക്കുന്നതാണ്. 16-ാമത്തേത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ആശയ അടിസ്ഥാനങ്ങൾ ഉറച്ചു നമ്മുടെ ഈമാൻ തെറ്റിപ്പോവില്ല, മറ്റു മോശപ്പെട്ട ആശയങ്ങളിലേക്ക് പോവേണ്ടി വരില്ല. നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്തിഖാമത്തും ഉറച്ചു നിൽക്കാൻ മരിക്കുന്നത് വരെ നബിതങ്ങൾ ചെയ്തത്, സ്വഹാബിമാർ ചെയ്തത് നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. 17-ാമത്തേത്, ഫഖറിനെ തൊട്ട് അല്ലാഹു രക്ഷിക്കും, ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു രക്ഷിക്കും. ഇത് നമ്മൾ സാധാരണ ഏത് സ്വലാത്ത് അധികരിപ്പിച്ച് ചൊല്ലിയാലും നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത് പല ഉമ്മമാർക്കും അറിയാവുന്ന സ്വലാത്താണ്. പണ്ട് ഉള്ള നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട് വട്ടം ചൊല്ലിയ സ്വലാത്താണ്. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയും അറിയില്ല, ഈ സ്വലാത്തും മറന്നുപോയി. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഏതാണ്? ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൻ തുൻജിയ എന്നാണ്. സ്വലാത്തു തുൻജിയ എന്നാണ്. ചില സ്ഥലത്തിൽ ഈ സ്വലാത്തിന് സ്വലാത്തുൽ മുൻജിയ എന്നും പറയാറുണ്ട്. സ്വലാത്തു തുൻജിയ എന്നാണ് ഭൂരിഭാഗം ഉലമാക്കളും ഈ സ്വലാത്തിനെ പറ്റി പറയുന്നത്. ഇത് ഔലിയാക്കന്മാർ പതിവാക്കിയ സ്വലാത്താണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മാത്രം പറയാൻ പറ്റുന്ന സ്വലാത്താണ്. മഹാനായ സ്വാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു അനുഭവമുണ്ട്. ഒരു പായ് കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് ഇങ്ങനെ കപ്പലിങ്ങനെ ആടി ഉലയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് എന്നാണ്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്ത് എന്നാണ്. മഹാനായ സ്വാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അനുഭവമാണ്. എനിക്ക് എൻ്റെ മനാമിൽ അള്ളാഹുവിൻ്റെ റസൂല് ആ ഒരു കപ്പലിങ്ങനെ ആടി ഉലയുന്ന സമയത്ത് പഠിപ്പിച്ച് നൽകിയ സ്വലാത്ത്. ഞാൻ ഈ സ്വലാത്ത് ഒരു 300 അടുത്ത് ചൊല്ലുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, ആ യാത്രയുടേതായ എല്ലാ പ്രയാസങ്ങളും മാറി നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് കരയിലെത്താൻ സാധിച്ചു എന്ന് കിതാബുസ് സആദയിൽ ഈ ഒരു സംഭവം കാണാം. കിതാബുസ് സആദയിൽ. പിന്നെ അതുപോലെ ദലായിലുൽ ഖൈറാത്തിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സ്വലാത്തു തുൻജിയ അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജിയ ഇത് പറഞ്ഞാൽ വലിയ ആപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകും. പർവ്വത സമാനമായ ആഗ്രഹങ്ങൾ, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വലിയ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകുന്നതാണ് നല്ല നിയ്യത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് വലിയൊരു പകർച്ചവ്യാധി ആ മലബാർ ഭാഗത്തുണ്ടായി. മലബാർ ഭാഗത്ത് വലിയൊരു പകർച്ചവ്യാധി, കോളറ വലിയ പ്രയാസമായി ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നു. കൂട്ടമരണമുണ്ടായി. ആ സമയത്ത് പൊന്നാനി പള്ളിയിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുക്കലേക്ക് നാട്ടുകാരായ ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഈ ഒരു വലിയ ബലായിൽ നിന്നും രക്ഷ കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണേ. ആ സമയത്താണ് മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. മങ്കൂസ് മൗലിദ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതുന്നത്. ആ മങ്കൂസ് മൗലിദ് എഴുതിയിട്ട് ആ മൗലിദ് ഓതിക്കഴിഞ്ഞ് ചെയ്യുന്ന ദുആയുടെ ആദ്യം മഹാനവറുകൾ കൊണ്ടുവന്നത് ഈ സ്വലാത്തുൽ മുൻജിയ, ഈ സ്വലാത്തു തുൻജിയാണ്. എത്ര അത്ഭുതമാണ്! അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടല്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആ മൗലിദിന് ശേഷമുള്ള ദുആയിൽ ഈ ഒരു സ്വലാത്ത് കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സ്വലാത്ത് നമുക്കൊന്ന് ഒന്നിച്ച് പറയാം, അത് കഴിഞ്ഞ് അതിൻ്റെ അർത്ഥം പറയാം ഇൻഷാ അല്ലാഹ്. സ്വലാത്തുൽ മുൻജി എങ്ങനെയാ ഓതുന്നത്? اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. എൻ്റെ പൊന്നുസ്താദ്, ഇത് എന്തു വലിയ സ്വലാത്താ എന്നാരും ചിന്തിക്കല്ലേ. ഒരു 3 ദിവസം മടിപ്പിച്ച് നിങ്ങൾക്കിത് പറയാൻ പറ്റുമോ?
നിങ്ങൾക്കിത് മനഃപ്പാടമാകും. ഒരു 3 ദിവസം അടുപ്പിച്ച് ഈ സ്വലാത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ വെച്ച് പറയാൻ സാധിച്ചാൽ, നല്ല നിയ്യത്തോടു കൂടി പറഞ്ഞാൽ മനഃപ്പാടമാവും. ആദ്യം നമുക്ക് നോക്കി പറഞ്ഞാൽ മതിയല്ലോ. ഇത് സ്വലാത്തുകൾ കാണാതെ ചൊല്ലണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നോക്കി ഇപ്പം തന്നെ നമുക്കൊരു ബുക്കുണ്ടല്ലോ, ന്യൂസിലാൻഡിൻ്റെ വീഡിയോയിൽ വരുന്ന ദിക്റുകൾ സ്വലാത്തുകൾ എഴുതാൻ ഒരു ബുക്കിൻ്റെ കാര്യം മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ബുക്ക് അല്ലെങ്കിൽ പേപ്പറിലൊക്കെ ഈ സ്വലാത്ത് ഒന്ന് എഴുതിയെടുക്കുക. അറബി ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, അതൊന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതി വെച്ചോ. അല്ലെങ്കിൽ ഇത് മൗലൂദിൻ്റെ കിതാബിൻ്റെ തുടക്കത്തിലുണ്ട്, മൗലൂദ് കിതാബിൻ്റെ തുടക്കത്തിലുമുണ്ട്. അപ്പോൾ ഈ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നുകൂടി പറയാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അർത്ഥം കൂടി നമുക്ക് കേൾക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് തറവാകും. ഒന്ന് കേട്ടോ എന്താ അർത്ഥം? അല്ലാഹുവേ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സ്വലാത്തൻ ഒരു ഗുണവും രക്ഷയും. എങ്ങനെയുള്ള ഗുണവും രക്ഷയുമാണ്? തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത്. അല്ലാഹുവേ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അപകടങ്ങൾ എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയാകുന്ന സ്വലാത്താണ് നീ മുത്ത് റസൂലിന് കൊടുക്കേണ്ടത്. വതഖ്ലീലനാ ബിഹാ ജമീഅൽ ഹാജാത്ത്, ഞങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും വീട്ടിത്തരുന്ന സ്വലാത്ത്. വതുത്വഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത്, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്ന സ്വലാത്ത്. വതർഫഉനാ ബിഹാ ഇൻദക അഅലദ് ദറജാത്ത്, നിന്റെ മുന്നിൽ ഞങ്ങളുടെ പദവികൾ ഉയർത്തുന്ന സ്വലാത്ത്. വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാതി വബഅദൽ മമാത്ത്, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മരണത്തിലും മുഴുവൻ നന്മകളും എത്തിച്ചു തരുന്ന റഹ്മാനെ, എത്തിച്ചു തരുന്ന ഒരു സ്വലാത്ത്. ആ സ്വലാത്ത്, ആ ഒരു നന്മ, ആ ഒരു രക്ഷ, ആ ഒരു സമാധാനം മുത്തായ റസൂലിന് നീ കൊടുക്കണേ അല്ലാ. ഇതാണ് ആ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി എല്ലാവർക്കും ഒന്നിച്ച് പറയാം. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുത്വഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഇതാണ് ആ സ്വലാത്ത്. അപ്പോൾ സ്വലാത്തു തുഞ്ചിയ എന്നോ അല്ലെങ്കിൽ സ്വലാത്തുൽ മുഞ്ചിയ എന്നോ ഈ സ്വലാത്തിന് പേരുണ്ട്. ഈ ഒരു സ്വലാത്ത് 1000 വട്ടമൊക്കെ ചൊല്ലാൻ പറ്റിയ നമ്മൾക്കൊരു കാര്യമുണ്ട്. അതായത് വിസ ശരിയായി കിട്ടണം, അല്ലെങ്കിൽ ഉംറക്ക് പോകണം, അടുത്ത വർഷം ഹജ്ജിന് പോകണം, മകളുടെ വിവാഹം അടുത്ത മാസം നടക്കണം, വീട് പണി വേഗത്തിലാവണം. അതൊക്കെ നമ്മുടെ ഒരു മനസ്സിലെ ഒരു ഉദ്ദേശമാണല്ലോ. ആ ഉദ്ദേശം മുന്നിൽ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് 1001 പ്രാവശ്യം, അല്ലെങ്കിൽ കുറഞ്ഞത് 333 പ്രാവശ്യം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞത് 99 പ്രാവശ്യം, ഒരു 33 പ്രാവശ്യം ഞാനിത് ചൊല്ലുമെന്ന് മനസ്സിൽ കരുതി നല്ല നീയത്തോടുകൂടി ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ആ കാര്യം വേഗത്തിൽ സാധിപ്പിച്ച് കിട്ടുമെന്ന് ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്ന മറ്റ് കിതാബുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ പറയുന്ന 1000 എണ്ണമാണ്. പറ്റുന്നവർക്ക് അങ്ങനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണ്ട, 3, 4, 5 ദിവസം കൊണ്ട്, 6 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് പതിയെ പതിയെ ഓതി തീർക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ്. മനസ്സിനൊരു റാഹത്ത് കിട്ടുന്നൊരു സ്വലാത്താണ് സ്വലാത്തു തുഞ്ചിയ. അതുകൊണ്ട് ഈ സ്വലാത്ത് നിത്യമായി ഓതാൻ പറ്റുന്നവർക്ക് അത് ഏറ്റവും ഖൈറാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മഗ്രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമോ നമ്മൾ ഇരിക്കുമല്ലോ, ഓത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ മൊബൈൽ നോക്കി, നമ്മളിപ്പോൾ വീഡിയോയിലുണ്ടല്ലോ, ആ മൊബൈൽ നോക്കി ഒന്ന് ഓതുക. നമ്മൾ പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഒന്ന് ഓതിയാൽ ഇൻഷാ അല്ലാഹ് വലിയ കൂലി അള്ളാഹു നൽകും. അപ്പം പരിശുദ്ധമായ സഫർ മാസം, ആ സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്.
അപ്പോൾ ഇൻഷാ അള്ളാ ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് ഈ മാസത്തെ വരവേൽക്കാം, നമുക്ക് തുടങ്ങാം. ഇൻഷാ അള്ളാ ഈ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു 7 പ്രാവശ്യം ചൊല്ലാം. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഇൻഷാ അല്ലാഹ് ഈ മാസം മാത്രമല്ല, ഇനി വരുന്ന 7 മാസത്തിൽ, ഇനി വരുന്നത് റബീഉൽ അവ്വലാണ്, സ്വലാത്തിൻ്റെ മാസമാണ് റബീഉൽ അവ്വൽ. ഇൻഷാ അല്ലാഹ് അന്നൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്തുകളൊക്കെ അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് മൗലിദൊക്കെ ഓതേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് നമുക്ക് നിത്യമായി കൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്താൽ മാത്രം പോരാ, അത് ചൊല്ലാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലിക്കോ, എല്ലാ പ്രയാസങ്ങളും ഈ
സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് മാറും. അല്ലാഹു തആല നമുക്ക് ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലാനും ഈ പരിശുദ്ധമായ സഫർ മാസത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി എല്ലാവിധ ഖൈറുകളും ഉണ്ടാവാനും ഈ സ്വലാത്ത് കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമാണ് കമൻറ്റുകൾ, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് എഴുതുന്നുണ്ട്, ഒരുപാട് രോഗങ്ങളുടെ കാര്യം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി നൽകുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ആരെല്ലാം വീടുകളിൽ രോഗികളായി കഴിയുന്നുണ്ടോ, ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടോ, എല്ലാവരുടെയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ നമ്മുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരിമാരുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും കുടുംബാദികളുടെ എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും അല്ലാഹു ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗർഭിണികളായ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്കെല്ലാം അല്ലാഹു സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ മക്കളെ കൊടുക്കട്ടെ. വീട് പണി നടക്കുന്നവരുണ്ട്, വേഗത്തിൽ അല്ലാഹു തആല അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.